പുലർച്ചെയുള്ള നടത്തം ആരോഗ്യവും ഉന്മേഷവും ഒക്കെ നേടിത്തരും. ഒപ്പം സ്ഥിരമായി നടക്കാനെത്തുന്നവരുടെ നല്ല സൗഹൃദങ്ങളും. എന്നാൽ അടിമാലി മച്ചിപ്ലാവ് സ്വദേശിയായ ബൈജുവിന് പുലർച്ചെയുള്ള നടത്തം സമ്മാനിച്ചത് വ്യത്യസ്തമായൊരു സൗഹൃദമാണ്. എന്നും നടക്കാൻ ഒപ്പമെത്തുന്ന ഒരു തെരുവ് നായയുമായുള്ള സൗഹൃദം. കാണാം ആ കാഴ്ചകൾ. ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ കണിശക്കാരനാണ് മുൻ സൈനികനായിരുന്ന ബൈജു. എല്ലാ ദിവസവും പുലർച്ചെ നടക്കാൻ പോകും. അങ്ങനെയുള്ള യാത്രയിലാണ് 4 മാസം മുൻപ് ഒരു തെരുവ് നായയും ബൈജുവിന് ഒപ്പം ചേർന്നത്. ആദ്യമൊക്കെ നായയുടെ നടത്തം കാര്യമായി എടുത്തില്ല. എന്നാൽ തുടർന്ന് എല്ലാ ദിവസവും നായ ഒപ്പം നടക്കാനെത്തി തുടങ്ങിയതോടെ ബൈജു നായയെ ശ്രദ്ധിച്ചു തുടങ്ങി. സാഥി എന്ന് പേര് നൽകി. ബൈജു ഇവനെയും നടത്തത്തിൽ ഒപ്പം ചേർത്തു. ബൈജുവിന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഉറ്റ സുഹൃത്തിനെ പോലെയാണ് നടത്തം. പുലർച്ചെ വഴിയരികിൽ നിൽക്കുന്ന തെരുവ് നായ്ക്കൾ ബൈജുവിനെ ആക്രമിക്കാതെ സാധ്യ രക്ഷകനാകും. നടത്തമൊക്കെ നിർത്തി പിന്നീട് ജോലിക്ക് പോകുമ്പോഴും വാഹനത്തിന് പിറകെയോടി യാത്രയാക്കും. 4 മാസം മുമ്പ് ഞാൻ ഓടിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഈ നായ്ക്കുട്ടി ചാടി വരുന്നത് എൻ്റെ മുമ്പിലേക്ക്. എന്നെ കുറച്ചുകൊണ്ടാണ് ചാടി വന്നത്. ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഞാൻ ഓടിയിട്ട് പുള്ളിയുടെ തലയിലും തട്ടി ഓടിയിട്ട് തിരിച്ചു വരുമ്പോൾ വീട് വരെ പുള്ളി എൻ്റെ കൂടെ വന്നു. എന്നെ കൊണ്ടുവന്ന് കൊണ്ടു 2 ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പുള്ളി തിരിച്ചു പോയി. പിറ്റേ ദിവസം ഞാൻ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഞാൻ ഓടാൻ ചെല്ലുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ ഈ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 22 കിലോമീറ്ററിൽ ഓടിയിരുന്നു. കണ്ടിന്യൂസ് ഇത്രയും കിലോമീറ്റർ ഈ പട്ടി എൻ്റെ കൂടെ ഓടി. എന്നെ വീട്ടിൽ വരെ കൊണ്ടുവന്ന് വിട്ടു. അങ്ങനെ 2 ദിവസം ഞാൻ ഓടാൻ പോയില്ല. 3-ാമത്തെ ദിവസം ഞാൻ ഓടാനായിട്ട് റെഡി ആകുമ്പോഴത്തേനും രാവിലെ പുള്ളി എൻ്റെ വീട്ടിൽ എന്നെ വന്ന് കാത്തു നിൽക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഡെയിലി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇവൻ കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ഇവനെ ഒഴിവാക്കാനായിട്ട് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി. 15 കിലോമീറ്ററിൽ ഞാൻ സൈക്കിൾ ഓടിപ്പോയി. 15 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 30 കിലോമീറ്റർ ഈ പട്ടിക്കുട്ടി എൻ്റെ കൂടെ ഓടി. നടത്തത്തിലെ കൂട്ട് പതിവായതോടെ സാഥി ബൈജുവിന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെയായി. ബൈജുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം പ്രിയപ്പെട്ടവനാണെന്ന് സാഥി. ന്യൂസ് ബ്യൂറോ, അടിമാലി.